ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ ചെയ്ത നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ്. അതായത് മുരിങ്ങയില മുട്ട. ഈ കോംബോ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും ചെയ്യുന്നതൊക്കെയാണ്. എന്നാലും ശരി, ഞാനും ഒന്ന് ചെയ്യുവാണ്. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ടയും മുരിങ്ങയിലയാണ് മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ വലിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 2-3 ഉണക്കമുളകും എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. കുറച്ച് തേങ്ങയും ചേർക്കണം. തേങ്ങ വേണ്ടാത്തവർക്ക് ഉപേക്ഷിക്കാം, പക്ഷെ തേങ്ങ ചേർത്ത് കഴിയുമ്പോഴാണ് തോരൻ ആവുന്നത്. പിന്നെ കടുക്. ഇത് ഞാൻ ചെയ്യുന്നത് നെയ്യിലാണ്. നല്ല നമ്മുടെ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നവർക്ക് അതാവാം, പക്ഷെ ഞാൻ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ ഇട്ടാൻ വേണ്ടിയിട്ട് നല്ല ഗീയിലാണ് ചെയ്യുന്നത്. അതിനകത്തേക്ക് കടുകിട്ട് മൂത്ത് കഴിയുമ്പോൾ ഉണക്കമുളകും ഗാർലിക്കും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. നെയ്യിൽ ഇതൊക്കെ മൂത്ത് വരുമ്പം നല്ലൊരു സ്മെല്ലാണ്, വളരെ ടേസ്റ്റി ആയിരിക്കും. വലിയുള്ളി ഇട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് വരുന്ന സമയത്ത് പച്ചമുളകും കൂടെ ചേർക്കണം, ഉപ്പ് ചേർക്കണം. എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒരുവിധം നന്നായിട്ട് വഴലണം കേട്ടോ. അതിന് ശേഷം നമുക്കിനി ചേർക്കാനുള്ളത് മഞ്ഞൾ പൊടിയാണ്. ഈ ഇലക്കറികളൊക്കെ വെക്കുമ്പോൾ മഞ്ഞൾ പൊടി ചേർക്കാതിരിക്കരുത്. അത് മഞ്ഞൾ പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി മൂപ്പിച്ച് ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കണം. മുരിങ്ങയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ്, പക്ഷെ അരിഞ്ഞിട്ടൊന്നുമില്ല. കാരണം നമ്മൾ ഇത് എണ്ണയിലിട്ട് വാട്ടുമ്പം തന്നെ അത് വേഗം അങ്ങ് ചുങ്ങി കുറഞ്ഞു പോകുമല്ലോ. മുട്ടക്കകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു ഫോർക്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് ആദ്യം ചേർക്കുന്നത് നമ്മൾ മുരിങ്ങയിലക്കകത്തേക്ക് കുറച്ച് ഉപ്പ് ആദ്യം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് മുട്ടയ്ക്കകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് മുട്ടയൊന്ന് യോജിപ്പിക്കുക. നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇലയിലേക്ക് മിക്സ് ആകുന്ന സമയത്ത് ഒന്ന് കുഴഞ്ഞതുപോലെ ഉണ്ടാവും. പക്ഷെ നമ്മൾ തീയൊക്കെ കുറച്ച് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല ഡ്രൈ ആയി നല്ല ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടണം. അപ്പോഴേ നമ്മുടെ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഒരു പിക്കിൾ എന്തെങ്കിലും മതി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പം ദാ മുട്ടയെല്ലാം ചേർത്ത് നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട് മുരിങ്ങയില. ഇതിനകത്തേക്ക് ഒരു കുറച്ച് തേങ്ങ, ഈ തേങ്ങ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കുറച്ച് ഗീയും ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതാ നല്ല വിട്ട് കിടക്കണം. ഒട്ടും കുഴഞ്ഞു പിടിച്ചിട്ടില്ല. നിങ്ങൾ മുട്ട ഒഴിക്കുന്ന സമയത്തൊന്നും കുഴഞ്ഞു വരുവേ, അപ്പോൾ നിങ്ങൾ ആകെ ഇതാവുമെന്ന് വിചാരിക്കണ്ട. പക്ഷേ അത് നന്നായിട്ട് ഇളക്കി നമ്മൾ റെഡിയാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ മുരിങ്ങയില തോരൻ, മുട്ട മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സെർവ് ചെയ്യാന്ന് വെച്ചാൽ നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുക. നമുക്ക് നല്ല ചൂട് ചോറിനകത്തേക്ക് ഇത് മിക്സ് ചെയ്ത് ഇളക്കി അങ്ങ് കഴിക്കണം. എന്താ ടേസ്റ്റ് എന്നറിയാമോ? അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. എന്നാലും പുതിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് പരീക്ഷിച്ച് നോക്കാനും നല്ല ആരോഗ്യകരമായ നല്ലൊരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷത്തോടെ ഞാൻ നിങ്ങൾക്കിത് തരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen.